കൊപ്പം പഞ്ചായത്തിലെ ആമയൂർ കിഴക്കേക്കരയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിനെ മണിക്കൂറുകൾക്കകം നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി മോഷണ കേസുകളിലെ പ്രതി നെല്ലായ സ്വദേശി നിയാമുദ്ദീനെയാണ് കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരീക്ഷണ ക്യാമറയും നാട്ടുകാരുടെ ഇടപെടലുമാണ് മോഷ്ടാവിനെ പിടികൂടാൻ സഹായകമായത്. ബുധനാഴ്ച വൈകുന്നേരമാണ് കൊപ്പം ആമയൂർ കിഴക്കേക്കര കനിവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് കിഴക്കേക്കരയിൽ പണി നടക്കുന്ന വീട്ടിലെ തൊഴിലാളികളുടെ പണം മോഷ്ടിക്കാൻ അന്തർജില്ലാ മോഷ്ടാവെത്തിയത്. ഇയാൾ വരുന്നതിന്റെയും പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇവിടെ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. പുതിയ വീട് പണിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ തൊഴിലാളികൾ എത്തിയിരുന്നത്. തൊഴിലാളികൾ മോഷ്ടാവിനെ കണ്ടിരുന്നുവെങ്കിലും പണിക്ക് വന്ന ആളാവുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഉച്ചയോടെയാണ് തങ്ങൾ അയച്ചുവെച്ച ഷർട്ടിൽ നിന്നും 3000 രൂപ മോഷണം പോയ വിവരം തൊഴിലാളികൾ അറിയുന്നത്. ഇക്കാര്യം ഇവർ ഇവിടത്തെക്കാരെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് തൊഴിലാളികൾ രാവിലെ കണ്ട വ്യക്തി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. ഇയാൾ തന്നെയാണ് പണം മോഷ്ടിച്ചതെന്ന് വ്യക്തമാവുകയും ചെയ്തു. പണം മോഷ്ടിച്ച മോഷ്ടാവ് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്നതായുമായാണ് ഇവർക്ക് ലഭിച്ച സൂചന. തുടർന്ന് തൊഴിലാളികൾ പട്ടാമ്പിയിലെത്തി പരിശോധന നടത്തുന്നതിനിടെയാണ് പട്ടാമ്പിയിലെ ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ വെച്ച് മോഷ്ടാവിനെ കണ്ടെത്തിയത്. തുടർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് കൊപ്പം പോലീസിന് കൈമാറുകയും ചെയ്തു. അന്തർജില്ലാ മോഷ്ടാവായ നെല്ലായ സ്വദേശി പറക്കാട് തൊടി നിയാമുദ്ദീനെയാണ് പിടികൂടിയത്. കൊപ്പം SI MP രാഷിന്റെ നേതൃത്വത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ നിരവധി മോഷണ കേസുകളെ പ്രതി കൂടിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ആമയൂർ കിഴക്കേക്കരയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയാണ് മോഷ്ടാവിനെ മണിക്കൂറുകൾക്കകം പിടികൂടാൻ സഹായകമായത്. കിഴക്കേക്കരയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിലൂടെ മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞതും മണിക്കൂറുകൾക്കകം പിടികൂടാൻ കഴിഞ്ഞതിന്റെയും സന്തോഷം കിഴക്കേക്കരക്കാരും മറച്ചുവെക്കുന്നില്ല. സംഭവത്തെക്കുറിച്ച് ഇവിടുത്തുകാരുടെ വിശദീകരണം ഇങ്ങനെയാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേ ദിവസം 24 മണിക്കൂറാവുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഉദ്ഘാടനം കഴിച്ച ആ വേദിയുടെ നേരെ ബാക്കിലത്തെ വീട്, ഈ കാണുന്ന വീട്, അവിടെ ആൾക്കാർ പണിയെടുക്കാൻ വേണ്ടി താഴത്ത് ഡ്രസ്സും കാര്യങ്ങളും മൊബൈലും പൈസയൊക്കെ താഴത്ത് വെച്ച് ഇവർ മുകളിൽ പണിയെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരാൾ ഇവിടെ വന്നു. ആ പൈസ ഇതൊക്കെ ഇവിടെ എടുത്തു പോയപ്പോൾ തന്നെ അവർ എൻ്റെ അടുത്ത് വന്നു. എന്നോട് ചോദിച്ചു, വിഷുവലൊന്ന് കിട്ടാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ആ കക്ഷി ഇങ്ങോട്ട് വരുന്നതും പോണതും കാണാൻ പറ്റി. ഇവിടെ ഉള്ള ആളല്ല. അങ്ങനെ അതൊരു 4-5 ക്യാമറയിൽ നമുക്ക് ഇയാളെ കാണാൻ പറ്റി. അപ്പോൾ ഒരാളോട് ഇവൻ വഴി ചോദിച്ചു. അപ്പോൾ ഞാൻ അറിയുന്ന ഒരാളായിരുന്നു. അയാളെ വിളിച്ച് ഞാൻ ചോദിച്ചു, എന്താണ് അയാൾ പറഞ്ഞതെന്ന് ചോദിച്ചു. അയാൾ പട്ടാമ്പിക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ രണ്ടാമത്തെ ആളോട് ചോദിച്ചു. വേറെ 2-3 വണ്ടിക്കാരുണ്ട്. അവരോടൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ ഇവൻ പട്ടാമ്പിക്ക് എത്തണം എന്നാണ് പറയും. അങ്ങനെ അവൻ വേറൊരു വഴിക്ക് കയറി ആ കാടിൻ്റെ മൂലയിൽ കൂടെ കയറി. കക്ഷി നമ്മുടെ നാട്ടിൽ അത്യാവശ്യം അറിവുള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ ആ വഴിയൊന്നും അവൻ അറിയില്ല. അങ്ങനെ അവൻ ആ തലപ്പത്ത് കയറി അവിടെ ഒരു പാടൊക്കെ ഉള്ള സ്ഥലത്ത് ഈ പേഴ്സ്, കാലിപ്പേഴ്സും അവരുടെ ID-യും പ്രൂഫും ഒക്കെ പാടെ അവിടെ വലിച്ചെറിഞ്ഞ് നേരെ പട്ടാമ്പിക്ക് പോവുകയുണ്ടായി. ഇവിടെ പല പ്രാവശ്യങ്ങളായിട്ട് കള്ളന്മാരെ ശല്യം, അതുപോലെ സാമൂഹ്യ വിരുദ്ധര ശല്യം, ഇതൊക്കെ കാരണമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സംരംഭത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് നാട്ടുകാരെ അറിയിക്കുകയും അവരുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടി പുറപ്പെട്ടത്. അത് വളരെ വിജയമായിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. കള്ളന്മാർ മാത്രമല്ല, ഇവിടെ വരുന്ന പല പ്രശ്നങ്ങളും, ആ സമയത്ത് വരുന്ന ബൈക്കുകൾ, പിള്ളേർ, മറ്റ് പലതിനെയും ഉന്നം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഉദ്യാനത്തിന് ഇറങ്ങിയിരിക്കുന്നത്.